എന്താണിത് സാറേ? എന്താണ്? നീ എന്തിനാണ് മനസ്സ് വിഷമിച്ചിരിക്കുന്നത്? എന്റെ അപ്പൂപ്പൻ മരിച്ചുപോയി. സില്ലി മാറ്റർ. അപ്പുറത്തെ രമണിക്ക് എന്ത് സംഭവിച്ചു സാറേ? രമണി പറഞ്ഞപ്പോഴാ ഞാൻ ഈ വിവരം അറിയുന്നത്. അതിരിക്കട്ടെ, രമണിയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്താ നിങ്ങളുടെ കണ്ണുകൾ പമ്പരം കറങ്ങും പോലെ കറങ്ങിയത്? പമ്പരമല്ല, കിമ്പരം. നിങ്ങളുടെ ഒരു കാമഡി. എന്താണ് കാര്യം, പറയൂ. എന്റെ കൂട്ടുകാരി സ്റ്റെല്ലയുടെ കല്യാണം ഈ വരുന്ന വ്യാഴാഴ്ചയാണ്. 10 രൂപയെങ്കിലും കൊടുത്തില്ലെങ്കിൽ. 10 രൂപയോ? 10 രൂപ സമ്മാനമായി കൊടുക്കാൻ ഇവിടെ എന്താണ് സമ്പാദിക്കുന്നത്? പ്രഭാകരൻ മുതലാളിയുടെ ലോറി താവളത്തിൽ ജോലി ചെയ്താൽ കിട്ടുന്നത് നിസാര ശമ്പളമാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ജീവിച്ചു പോകുന്നില്ലേ സാറേ? എന്നിട്ട് നീ എന്താണ് ഈ പറയുന്നത്? അല്ലെങ്കിലും എന്റെ ആഗ്രഹങ്ങൾക്ക് ഒരു വിലയുമില്ലല്ലോ സാറേ. അതും ഇതും പറയാതെ എനിക്ക് നല്ല വിശപ്പുണ്ട്. കഴിക്കാനെന്നുണ്ട്? കഞ്ഞിയും കിഴങ്ങും. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് നല്ല കഴിക്കാനെന്തുണ്ടെന്നാണ് ചോദിച്ചത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ അമ്മായി അച്ഛൻ വാസു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് തരാനുള്ള സ്ത്രീധന തുക മൊത്തം തന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ മകൾ നിങ്ങളുടെ വീട്ടിലിരിക്കും, ഓർത്തോ? എന്താണ് അത്? എന്റെ അച്ഛൻ രാജനല്ല, അതൊരു വാഴയാണ്. പിന്നെ ഇത്ര നാൾ നീ എന്തു വിചാരിച്ചിരുന്നു? നിന്റെ അച്ഛൻ വാഴയല്ലെന്നാണോ വിചാരിച്ചിരുന്നു? എന്റെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. അതൊക്കെ നേരത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമായിരുന്നു. ഇപ്പോൾ അല്ല കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്റെ അച്ഛനെ ഇഷ്ടമല്ല. ഞാൻ ഒരു ദിവസം രാത്രി എന്റെ അച്ഛനെ 1 മണിക്കൂർ സ്വപ്നം കണ്ടത്. അത് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്റെ കരണത്തടിച്ചു. സ്വപ്നം കണ്ടതിനല്ല സാറേ ഞാൻ കരണത്തടിച്ചത്. പിന്നെ എന്തിനാണ്? അത്രയും സമയം കിട്ടിയിട്ടും സ്ത്രീധനത്തിന്റെ കാര്യം പറയാത്തത് കൊണ്ടാണ് എന്റെ കരണത്തടിച്ചത്. വേണ്ട, എന്നോട് മിണ്ടണ്ട. ഞാൻ നിങ്ങളോട് പിണക്കമാ. സാർ ഇങ്ങ് വരൂ, ഇരിക്കൂ. ലാറിത്താവളത്തിലെ ജോലി കൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് ഞാനൊരു പോത്ത് വാങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. നിങ്ങളുടെ കാര്യം ഞാൻ നോക്കാം, പക്ഷേ നിങ്ങളുടെ അച്ഛന്റെ കാര്യം നിങ്ങൾ തന്നെ നോക്കണം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി സാറേ. അല്ലെങ്കിലും എന്റെ അച്ഛനെ പറയാൻ നിങ്ങൾക്ക് എന്ത് എളുപ്പമാണ്. വേണ്ട, ഞാൻ നിങ്ങളോട് മിണ്ടുന്നില്ല. സാറേ എന്നോട് പിണങ്ങാതെ സാറേ. ഞാനിങ്ങനെ പിണങ്ങുന്നതിന്റെ അവസാനം ഒരു ഇണക്കമുണ്ടാകും. ആ ഇണക്കം കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ സാരഥയ്ക്ക് എന്താണ് ഒരു നാണം? പറൂ സാറത് ഇരിക്കൂ. അയ്യോ, ലാറിത്താവളത്തിൽ ഒരാഴ്ചയോളം പണിയില്ല. അപ്പോൾ പ്രഭാകരൻ മുതലാളി എന്നോട് പറഞ്ഞു മറ്റെന്തെങ്കിലും പണി നോക്കിക്കോളാൻ. ഒരു കാര്യം അറിയാമോ? 6ഉം 7ഉം പെറ്റ എന്റെ കൂട്ടുകാരികൾ പറയുന്നു എനിക്ക് വിശേഷമൊന്നുമില്ലേ എന്ന്. 6ഉം 7ഉം പെറ്റവർക്കല്ലേ സാറേ വിശേഷം? നിനക്കെന്ത് വിശേഷം? മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ പറയൂ. ഇവിടെ അടുത്ത് വിഗതകുമാരൻ ഓടുന്നുണ്ട്. അതെന്താ? ആ കുമാരന് കുതിരയില്ലേ വെറുതെ കിടന്ന് അങ്ങേര് ഓടാൻ? അതല്ല, ഇവിടെ അടുത്തുള്ള ടാക്കീസിൽ നിശബ്ദ ചിത്രമായ വിഗതകുമാരൻ എന്നൊരു പടം ഓടുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് പോയി അത് കണ്ടാലോ? എന്തിനാണ് സാറേ ആ സിനിമ പോയി കണ്ട് വെറുതെ കാശ് കളയുന്നത്? പിന്നെന്ത് ചെയ്യും? ഒട്ടകയ്ക്ക് പുറത്തു പോയി നിന്നാൽ നമുക്കതിന്റെ ശബ്ദരേഖ കേൾക്കാൻ മേലേ. രാജേട്ടാ, എന്താണ്? ആരാണത്? പ്രഭാകരൻ മുതലാളി ആണേ. പ്രഭാകരൻ മുതലാളി? ആ മുതലാളി, ആ വാതിലൊന്ന് തുറക്കുമോ? പട്ടി എന്നെ സൂക്ഷിച്ചു നോക്കുന്നു. മുതലാളി അങ്ങോട്ട് ഇരുന്നാട്ട മുതലാളി. ഇരുന്ന് ആട്ടാനോ? അപ്പൊ നിന്ന് ആട്ടണ്ടേ? അതല്ല മുതലാളി പറഞ്ഞത്. ഈ പാവങ്ങളുടെ കുടിയിൽ വന്നിട്ട് മുതലാളിയെ ഇരുത്താൻ ഒരു കസേര പോലുമില്ല. ഞങ്ങൾക്കാകെയുള്ളത് ഈ കട്ടിലാണ് മുതലാളി. കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം കേട്ടോ രാജ. ഓക്കെ. ഞാൻ ഈ രാത്രിയിൽ ഇവിടെ വന്നത് എന്തിനാണെന്ന് അറിയുമോ? അറിയില്ല. നിന്നോട് ഞാൻ ഓട്ടം ലോറിക്ക് ഇല്ലെന്ന് പറഞ്ഞെങ്കിലും പെട്ടെന്ന്
പെട്ടെന്ന് എവിടുന്നോ ഒരു ഓട്ടം വന്നു. കോയമ്പത്തൂർക്ക് ലോഡ് കൊണ്ട് പോകണം. അപ്പോ രാജൻ ഇപ്പൊ ഈ നിമിഷം തന്നെ ലോറിയുമായി കോയമ്പത്തൂരിന് പോകണം. അയ്യോ മുതലാളി, എന്റെ ഭാര്യ സാരഥ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്തിനാ രാജാ പേടിക്കണേ? നാന ഇവിടെ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നീ വരുന്നതിന് മുമ്പ് ഗോപാലനെ ഒന്നും ഒരാൾ എന്റെ ഡ്രൈവറായിട്ടിരുന്നു. അയാളെ ഞാൻ മദ്രാസിയിലേക്ക് ഒരു ദിവസം ലോഡിന് പറഞ്ഞു വിട്ടപ്പോൾ ആ ഗോപാല എന്നോട് പറഞ്ഞു, മുതലാളി എൻ്റെ ഭാര്യ ഒറ്റയ്ക്കാണ്, ആരും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ഗോപാല, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന്. 3 വർഷം കഴിഞ്ഞാണ് ആ ഗോപാലൻ മദ്രാസിൽ നിന്നും ലോഡുമായി തിരിച്ചു വരുന്നത്. അവൻ തിരിച്ചു വന്നപ്പോൾ 2 കുട്ടികളെ അവന്റെ ഭാര്യയും ഭദ്രമായി അവന്റെ കൈകളേൽപ്പിച്ചു. അല്ല മുതലാളി, ഗോപാലൻ പോയപ്പോൾ അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെങ്ങനെ? 10-20 വർഷം എന്റെ കൂടെ വളയം പിടിച്ച പയ്യനല്ലേ, ഞാൻ എന്തേലും തിരിച്ച് ചെയ്യണ്ടേ? അതാണ്. മനസ്സിലായോ? മനസ്സിലായി മുതലാളി. മുതലാളിക്ക് വരുന്ന കൂട്ടത്തിൽ ഈ ടെലഫോൺ എന്തിനാണ് കൊണ്ടുവന്നത്? ഞാൻ വീട്ടിലില്ലല്ലോ, ഇവിടെ നിൽക്കുകയല്ലേ. അപ്പൊ വീട്ടിൽ എനിക്കുള്ള ഫോൺ വന്നാൽ ആര് എങ്ങനെ അറിയും? അതുകൊണ്ടാണ് ഈ ഫോൺ കൊണ്ട് ഞാൻ നടക്കുന്നത്. എവിടെ പോയാലും. രാജേട്ടാ ഒന്നിങ് വരൂ. ദേ മുതലാളിയെ കണ്ടോ? സംസാരിക്കാൻ ഫോണും കൊണ്ടാ നടക്കുന്നത്. ഭാഗ്യവാനല്ലേ? നിനക്കറിയില്ല, ശംഖുമുഖത്ത് കിടക്കുന്ന മത്സ്യകന്യകയുടെ വാലിൽ ചെന്ന് കിട്ടട്ടെ. ആ മത്സ്യകന്യകയുടെ ചെവിയിൽ ചെന്ന് ഇങ്ങേര് രഹസ്യം പറഞ്ഞ് എന്താണെന്ന് അറിയാമോ? എന്താണ് രാജേട്ടാ? ആരുമില്ലാത്തപ്പോൾ വിളിച്ചാൽ മതി വരാമെന്ന്. അത്രയ്ക്ക് മോശക്കാരനാണ്. എന്താ രണ്ടാളും കൂടെ ഒരു ഒന്നുമില്ല. മുതലാളി വന്നിട്ട് വെള്ളം പോലും തരാൻ പറ്റിയില്ലല്ലോ എന്ന് എന്റെ ഭാര്യ പറയുമായിരുന്നു. കുഴപ്പമില്ല രാജ, ഇപ്പോൾ തന്നെ കോയമ്പത്തൂരിന് ലോഡുമായി നീ പോകണം. അല്ല മുതലാളി, എന്റെ ഭാര്യ ഇവിടെ ഒറ്റയ്ക്ക് ഞാനിവിടെ ഉണ്ടല്ലോ. ശരി മുതലാളി, ഇപ്പോൾ തന്നെ ആ ലോഡുമായി കോയമ്പത്തൂർക്ക് പോ. മുതലാളി, ഞാനൊരു കാര്യം ചോദിച്ചാൽ മുതലാളിക്ക് നീരസം തോന്നരുത്. എനിക്ക് ഒരു നീരസവും ഇല്ല, ചോദിച്ചോളൂ രാജ. ഞാന് എവിടെയെങ്കിലും പോകുമ്പോൾ എന്റെ സാരഥിക്ക് ഒരു ഉമ്മ കൊടുക്കാറുണ്ട്. ഞാനത് കൊടുത്തോട്ടെ മുതലാളി. രാജൻ എന്ത് തോന്നിയമാസമാണ് പറയുന്നത്? എന്താണ്? ഒരു അന്യപുരുഷൻ നിൽക്കുമ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കാമെന്നോ? രാജൻ ഒരു കാര്യം ചെയ്യൂ, എന്റെ നെറ്റികൾ ഉമ്മ വെക്കൂ. മറ്റ് അന്യപുരുഷന്മാരില്ലാത്തപ്പോൾ ഞാൻ കൊടുത്താൽ പോരെ? അത് കൊള്ളാം. ഇപ്പോൾ തന്നെ രാജൻ പോകൂ കോയമ്പത്തൂർക്ക്. ശരി മുതലാളി. വിക്കളക്കുന്നുണ്ട്, പൊക്കോ. ഇപ്പോൾ തന്നെ പൊക്കോ, കോയമ്പത്തൂരിന് വിട്, പൊക്കോ. ശാരദേ മുതലാളി, ഞാൻ ഇനി ഈ അസമയത്ത് ഇവിടെ അധികം നിൽക്കുന്നില്ല. കാരണം മറ്റുള്ള ആരെങ്കിലും കണ്ണിൽപ്പെട്ടാൽ ശാരദയ്ക്ക് അത് നാണക്കേടാണ്. അവർ അതും ഇതുമൊക്കെ പറഞ്ഞുണ്ടാക്കും. എനിക്കും അത് മോശമാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കരുത്. ശരി മുതലാളി. കേട്ടോ? ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി മുതലാളി. കഥ പടച്ചേക്കു. കോയമ്പത്തൂർ കാവാൻ. എന്ത് നല്ല മുതലാളി! ഇങ്ങനൊരു മുതലാളിയെ കിട്ടിയതിൽ എന്റെ രാജേട്ടൻ ഭാഗ്യവാനാണ്. ആരാത്? പ്രഭാകരൻ പോലാളിയാണേ. എന്താ മുതലാളി ഇപ്പൊ ഈ സമയത്ത്? ഒന്ന് വാതിൽ തുറക്കാമോ? പുഴത്ത് നല്ല മഴ പുറത്ത്. അയ്യോ, ഒന്ന് തുറക്കാമോ? ഈ ജനാലയിലൂടെ നോക്കിയപ്പോൾ അവിടെ മഴയില്ലല്ലോ. അത് ശാരദ കഥക്ക് തുറക്കില്ലെന്നും പറഞ്ഞാൽ ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരി മേലോട്ട് ഒഴിച്ചതാ. അല്ല മുതലാളി, എന്താ ഈ സമയത്ത്? ശാരദ എന്നോടൊന്ന് സഹകരിക്കണം. എനിക്ക് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ്. ഇങ്ങ് വരൂ ശാരദ. അയ്യോ വേണ്ട മുതലാളി, അങ്ങനെ പറയരുത് മുതലാളി. എന്നെ കൊണ്ട് പറ്റില്ല. മുതലാളിക്ക് ഒരു കാര്യം അറിയാമോ? എന്താ? മുതലാളിയെ എന്റെ കൂട്ടത്തിലുള്ള എല്ലാ കൂട്ടുകാരികൾക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് രമണിക്ക്. രമണിക്ക് എന്നെ ഇഷ്ടമാണോ? ആണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് രമണിയെ വേണ്ട. അതെന്താ കൊച്ചു മുതലാളി? ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കുറവാണെന്ന് കരുതി ആരെങ്കിലും പഴുപ്പിച്ച കമ്പി എടുത്ത് വിഴുങ്ങുമോ? അതുകൊണ്ട് എനിക്ക് അവളെ വേണ്ട. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതിനാണ് അവനെ കോയമ്പത്തൂർ പറഞ്ഞു വിട്ടത്. മുതലാളി അങ്ങനെ പറയരുത്. എന്നോട് മുതലാളിക്ക് സത്യം അറിയാമോ? എന്താ ശാരദേ? ഞാൻ മുതലാളിയുടെ അച്ഛന്റെ മകളാണ്. ഈ മുതുക്ക് കിളവനെ കൊണ്ട് വലിയ ശല്യമാണ്. പുള്ളിയെ കാരണം ഓരോ വീട്ടിൽ ചെല്ലാൻ വയ്യാത്ത അവസ്ഥ. എന്തൊരു കഷ്ടമെന്ന് പറയരുത്. ദേഷ്യം വരത്തില്ലേ? സത്യം പറഞ്ഞാൽ എന്റെ അച്ഛന്റെ പേര് കനകാമ്പറ നല്ല ഇടേണ്ടത്. മമ്മൂട്ടിയുടെ കളങ്കാവലെന്ന് വേണം വിടാൻ. മുതലാളി മമ്മൂട്ടി വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ മെഗാസ്റ്റാർ ആകാനുള്ള ഒരാളാണ് മമ്മൂട്ടി. കേട്ടോ? ഒരു കാര്യം ചെയ്യൂ, ഓടപ്പറന്നോൾ ഇവിടെ ഇരിക്കൂ. സഹോദരി
ഇവിടെ ഇരുന്നോളൂ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കുഴപ്പമില്ല, സഹോദരിയല്ലേ. ശരി, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ഞാൻ രാജനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ രാജ, നീ എവിടെയാണടാ? ലോഡ് എടുത്തോ നീ? ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ് മുതലാളി. ആർക്കും നിന്നെ ചെബുക്കാരൻ ഞാൻ പൊട്ടിക്കണവനാ കേട്ടോ. എന്നാണ് മുതലാളി? എടാ, ഈ പെങ്കൊച്ചിനെ ഒട്ടക്കിട്ടിട്ട് നീ എന്തിനാ കോയമ്പത്തൂർ ലോഡ് ഏറ്റത്? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിടുമായിരുന്നോടാ. എന്റെ സഹോദരിയിലടാ കൊച്ച്. ആ കൊച്ചിനെ ആരെങ്കിലും രാത്രിയിൽ ഇവിടെ കയറി ഏതെങ്കിലും ദുഷ്ടന്മാർ ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യണ രാജ? ആരും ഉപദ്രവിക്കില്ല മുതലാളി. അതെന്താ? അതിനൊരു സൂത്രം ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്ത് സൂത്രം? ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ആ. സഹോദരിയാണ്, നിങ്ങളുടെ അച്ഛന്റെ മകളാണ് എന്നൊക്കെ അവരോട് പറയാൻ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മുതലാളി. ഈ ബുദ്ധി നിന്റെ ബുദ്ധി ആണോടാ? എന്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയതാണ് മുതലാളി. നിന്റെ ബുദ്ധി വിമാനമാണല്ലോടാ. എക്കടാ രാജാ ഫോൺ? എന്റെ വലിയണ്ണ. വളയണ്ണന്റെ തേങ്ങ ഇവിടെ വാടി. അടാ, വാടി. വാടി ഇവിടെ. എന്നെ തൊട്ടാൽ ഞാൻ അരിഞ്ഞിടും. വെട്ടും ഞാൻ. അർദ്ധ ശാരദ ബാറ്റിൽ വെട്ടരുത്. വെട്ടും. ഒരു കാര്യം ആലോചിക്കൂ സാരഥി. നീ ഇപ്പോ എന്നെ വെട്ടി, ഞാൻ തത്തു. നിന്നെ പോലീസ് കൊണ്ടുപോകും. ചേർക്കാൻ കോയമ്പത്തൂന്ന് വളയം പിടിച്ചിട്ട് വരുമ്പോൾ അവിടെ ആറുണ്ട് സാരഥി. അവ ഒട്ടക്കിരുന്ന് വളയം പിടിക്കണ്ട സാരഥി. എടുത്ത് ചാട്ട ഉണ്ണിന് ഒരു പരുകാരല്ല സാരഥി. അവൻ ആരുമില്ലാത്ത വാണി ഇവിടെ. നാളെ ഒന്നും ചെയ്തില്ല രാജ. നാളെ എവളാണ് രാജ? ആലല്ല രാജ. മുതലാളി, എന്നോട് ഈ സതി ചെയ്യാൻ പാടില്ലായിരുന്നു മുതലാളി. ഒരു പ്രത്യേക നിമിഷത്തിൽ കയ്യപ്പത്തം പറ്റിയതാണ് രാജ. ഈ ശരീരത്തോടുന്ന ചോറ് മുതലാളികളുടെ ഉപ്പ് ചോറുമാണെന്നുള്ള കാര്യം മുതലാളി മറന്നുപോയി മുതലാളി. ഞാൻ ഒന്നും ചെയ്തില്ല രാജ. എന്നോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു മുതലാളി. ഞാൻ ഒന്നും ചെയ്തില്ല മുതലാളി എന്നോട് ഒന്നും പറയണ്ട. എന്നോട് ചെയ്തത് ശരിക്കും നീതികേടാണ് മുതലാളി. ഞാൻ എന്ത് ചെയ്തെന്നാണ് രാജൻ പറയുന്നത്? എന്ത് ചെയ്തെന്നോ? കോയമ്പത്തൂർക്ക് ലോറിയായിട്ട് പോകാൻ മുതലാളി എന്നെ പറഞ്ഞു വിട്ടില്ലേ? അതെ. എന്നിട്ട് ലോറിയുടെ താക്കോല് മുതലാളി തന്നോ? മൈ മിസ്റ്റേക്ക് ആണ് രാജാ, മൈ മിസ്റ്റേക്ക്. ഇതാ താക്കോല്. ഞാൻ പൊക്കോട്ടെ മുതലാളി. ശരി, പോയിട്ട് വരും. സാറതെ ഇങ്ങോ വരൂ. രാജേട്ടാ, വരൂ. രാജേട്ടാ. വാതിലടച്ചേക്കൂ, അല്ലെങ്കിൽ നാട്ടുകാർ കണ്ടാൽ ഇതു മതി അതും ഇതും പറഞ്ഞുണ്ടാക്കാൻ. ഞാൻ പോയിട്ട് വരാം സാറതെ. വളയണ്ണന്റെ തേങ്ങ.